ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നതേ ഓഫീസിൽ നിന്ന് ചായ കുടിക്കാൻ പോകുന്നതാണ് കേട്ടോ. നമുക്ക് ഓഫീസിൽ ചായയൊക്കെ ഉണ്ടെങ്കിലും പുറത്ത് പോയി കുടിച്ചാലാണ് നമുക്കൊരു തൃപ്തി വരത്തുള്ളൂ. അപ്പോൾ ഞാനും ആൽബിനും ആതിരയും അരുണും കൂടെയാണ് കേട്ടോ ഇന്ന് ചായ കുടിക്കാൻ പോകുന്നത്. ഇന്ന് ആരും ഭക്ഷണമൊന്നും കഴിക്കാണ്ടാണ് വീട്ടിൽ നിന്ന് വന്നേക്കുന്നത്. അതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു 10:30 ആയപ്പോഴാണെന്ന് തോന്നുന്നു പോകുന്നത്. യൂഷ്വലി ഞങ്ങളൊരു 11 മണിയാകുമ്പോഴേക്കാണ് പോവാറ് ചായ കുടിക്കാൻ. പക്ഷെ ഇപ്പോൾ വിശപ്പ് കൂടിയതുകൊണ്ട് നമ്മൾ ചായ കുടിക്കാൻ പോകണം. നമ്മൾ താഴെ സ്ഥിരമായിട്ട് നമ്മൾ പോകുന്നൊരു ബേക്കറി ഉണ്ട് കേട്ടോ. അവിടുത്തെ ചായ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അവിടേക്കാണ് കേട്ടോ എല്ലാവരും കൂടെ പോകുന്നത്. ചായ കുടിക്കാനായിട്ട് നമ്മൾ ചെന്നപ്പോഴാണ് നമുക്ക് അമ്മളി മനസ്സിലായത്. കാരണം കടികളൊന്നും വന്നിട്ടില്ല. പിന്നെ സ്ഥിരമായിട്ട് നമുക്ക് ചായ എടുക്കുന്ന ചേട്ടൻ അവിടെ ഇല്ല. ചേട്ടൻ്റെ ചായക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് പറഞ്ഞ് എല്ലാവരും ആൽബിനെ കളിയാക്കുമായിരുന്നു. പിന്നെ നമ്മൾ ഉള്ള ചായ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കുടിച്ചു. കുറച്ച് തമാശയൊക്കെ കഴിഞ്ഞു. പിന്നെ ഓഫീസിൽ ഇക്കയുടെ മോൾക്ക് ഫുൾ A+ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചിലവുണ്ടായിരുന്നു ലഡു. അതൊക്കെ കഴിച്ചു. അപ്പോൾ എനിക്ക് മധുരം വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനത് ആതിരയ്ക്ക് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ എല്ലാവരും കൂടെ കുറച്ച് നേരം ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനും ആതിരയും കൂടെ, ആതിരയുടെ ഹൗസ് വാമിംഗ് ആണ് അടുത്ത ദിവസം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പർച്ചേസ് ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് നമ്മൾ മാളിൽ പോയിട്ടുണ്ടായിരുന്നു. കുറേ ചെറിയ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഗ്ലാസിൻ്റെ ബൗള്. പിന്നെ നമുക്ക് വേണ്ടത് ക്ലീനിങ്ങിനായിട്ടുള്ള സാധനങ്ങളായതുകൊണ്ട് നമ്മൾ ആ സെക്ഷനിലോട്ട് പോയി. അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഓഫറിലെടുത്തു. ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മൾ 1-2 സാധനങ്ങളൊക്കെ വാങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഇത് അരുൺ ഐസ്ക്രീമിൻ്റെ ഷോപ്പിൽ പോയതാണ് കേട്ടോ. ആക്ച്വലി നമ്മളൊരു ബാഗ് വാങ്ങാൻ ഇറങ്ങിയതായിരുന്നു ഇക്കാടെ മോൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഫുൾ A+ ഒക്കെ വാങ്ങിച്ചാണല്ലോ, അപ്പോൾ അതുകൊണ്ട്. അപ്പോൾ നമ്മൾ അരുൺ ഐസ്ക്രീമിൽ ചുമ്മാ കയറിയിട്ട് കുറച്ച് ഐസ്ക്രീമൊക്കെ നോക്കി. വാങ്ങാൻ വേണ്ടിയിട്ടൊന്നുമല്ല, ചുമ്മാ നോക്കിയതാണ്. പിന്നെ യോഗേട്ടൊക്കെ നോക്കിയിട്ടോ. വാങ്ങും എന്ന് വിചാരിച്ചു, പക്ഷേ വാങ്ങിയില്ല. കാരണം നമ്മൾ ലഞ്ച് കഴിച്ചിട്ട് ഇറങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് പിന്നെ കൂടുതൽ അങ്ങനെ വാങ്ങാനൊന്നും നിന്നില്ല. പിന്നെ നമ്മളിതേ ബാഗ് വാങ്ങാനായിട്ട് കടയിലോട്ട് പോയി. നമ്മൾ ചെന്നപ്പോൾ അവിടെ ഷോപ്പിൽ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ അവർ വിളിച്ച് കട തുറന്നിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ബാഗുകൾ നമുക്ക് ഒത്തിരി അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. പക്ഷെ എല്ലാവരും കൂടെ നമ്മൾ ഓരോന്നൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ 1-2 ബാഗൊക്കെ നോക്കി. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച ടൈപ്പ് ഓഫ് ബാഗ് അവിടെ ഇല്ലായിരുന്നു. എല്ലാം ഒന്നെങ്കിൽ വലുത് അല്ലെങ്കിൽ പിന്നെ ചെറുത്.
അതുകൊണ്ട് നമ്മൾ അങ്ങനെ വാങ്ങിയില്ല. ആ കടയിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് വേറൊരു കടയിൽ നിന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ദേ ഈ ഷോപ്പിലാട്ടോ വന്നത്. ഇത് വേറൊരു ഷോപ്പാണ്. അവിടെ നിന്ന് നമുക്ക് ബാഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ താഴത്തെ ഫ്ലോറിലൊക്കെ പോയി നോക്കിയപ്പോൾ ബാഗ് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. പിന്നെയാണ് അവർ പറഞ്ഞത് മുകളിലാണെന്ന്. പിന്നെ നമ്മൾ മുകളിൽ പോയി ബാഗ് എടുത്തു. അപ്പോൾ 1-2 ബാഗ് ചുമ്മാ കണ്ടപ്പോൾ ഞങ്ങളിങ്ങനെ നോക്കുമായിരുന്നു, ഞാനും ആദ്യം കൂടെ. വാങ്ങാനൊന്നുമല്ല, ചുമ്മാ നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ചെറിയ കടയാണ്, പക്ഷേ ഉള്ളോട്ട് ചെല്ലുമ്പോൾ കുറേ കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു അവർക്ക്. നമ്മൾ ബാഗ് മാത്രം എടുത്തിട്ട് പോരുകയുണ്ടായേ. അപ്പോൾ ഇന്നത്തെ ഈ വ്ളോഗിൽ കുറച്ചേ ഉള്ളൂ. നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. അപ്പം നമുക്കതുവരേക്കും എല്ലാവർക്കും ബൈ.